ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത എന്നാൽ വളരെ എളുപ്പത്തിൽ ഞൊടിയിടയിൽ തന്നെ നമുക്ക് എയർ ഫ്രയറിൽ അധികം വെളിച്ചെണ്ണയോ എണ്ണയോ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, എന്തിന് പ്രത്യേകിച്ച് മക്കളുടെ സ്കൂളിലേക്കുള്ള ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, വെറും 5 മിനിറ്റിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റിയ, അതും ഞാൻ ചെയ്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള റെസിപ്പീസൊക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എയർ ഫ്രയറിലേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എയർ ഫ്രയർ വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാതെ മടിച്ചിരിക്കുന്നവർക്കും അതുപോലെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക. ഒട്ടും തന്നെ സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇന്ന് ഞാൻ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടിട്ടുള്ള ഹോം മെയ്ഡ് പിസ്സ ആണ് കേട്ടോ. അതും വളരെ ഫാസ്റ്റായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഞാൻ രാവിലെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തൊരു ടെരിയാക്കി സ്റ്റൈലിൽ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് ചിക്കൻ്റെ ആ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇത് നിങ്ങൾക്ക് തലേന്ന് രാത്രി തന്നെ ചെയ്ത് വയ്ക്കാം. അത് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്ത് വയ്ക്കാം. അതിന് ശേഷം ഞാൻ പിസ്സ ബേസ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. വളരെ ഈസിയാണ്. ഇതൊരു പിസ്സ ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ രാവിലെയൊക്കെ വളരെ ഈസി ആയിട്ട് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാം. പിസ്സ ബേസിലേക്ക് ഞാൻ പിസ്സ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ, അതുകൂടി നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് നല്ലതുപോലെ ഇട്ട് കൊടുത്താൽ തന്നെ മക്കൾക്കൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും പിസ്സ എന്നുള്ളതിൽ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട്, എന്നിട്ട് ഞാനിവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതുണ്ടല്ലോ, 200 ഡിഗ്രിയിൽ 5 മിനിറ്റ് മതി കേട്ടോ. ഞാൻ 10 മിനിറ്റ് കൊണ്ട് 2 എണ്ണം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അതുപോലെ ആ ഒരു ബേസും നല്ലപോലെ ക്രസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടിഫിൻ ബോക്സിലേക്ക് വെച്ച് കൊടുക്കാൻ. കണ്ട വളരെ ഈസി ആയിട്ടാണ് ഞാനിതൊരു 5 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഹോം മെയ്ഡ് പിസ്സ മക്കൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് രാവിലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. വീട്ടമ്മമാരായ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു റെസിപ്പി സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നതുണ്ടല്ലോ, അധികം ആരും എയർ ഫ്രയറിൽ ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേക്കിംഗ് ട്രേ എടുക്കുന്നത്, പാച്ച്മെൻറ്റ് പേപ്പർ, നമുക്കത് ഡിസ്പോസിബിൾ ആണ്. ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വേസ്റ്റിൽ കളയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെയൊക്കെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി കുതിർക്കാനൊന്നും വെക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. അത് നമുക്ക് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരെ എയർ ഫ്രയറിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് 200-ൽ 20 മിനിറ്റാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം സൈഡിലൊക്കെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. ഒരു തുള്ളി എണ്ണയില്ലാതെയാണ് ഇവിടെ ഞാൻ ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കുന്നത് കേട്ടോ. അതിന് ഇത് ഞാൻ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഞാൻ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചറൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ.
ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നത് കൊണ്ട് തന്നെ 2 രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ഞാൻ ചെമ്മീൻ വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലിട്ട് എണ്ണയിലിട്ട് വറക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ സെയിം ടെമ്പറേച്ചറിൽ 20 മിനിറ്റ് കൊണ്ട് ഞാൻ വറുത്തെടുത്തത്. കണ്ടോ അതിൻ്റെ ആ ഒരു ഓയിലൊക്കെ പിടിച്ചിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ വറുത്തെടുക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ ഞാൻ ആ ഒരു സിലിക്കൺ ട്രേയിലേക്കാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വട്ടത്തിൽ നേരിയതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സിലിക്കൺ ട്രേ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ ട്രേ ഇതൊക്കെ വേണം എന്നുള്ളവർ പ്രോഡക്ട്സ് ഞാൻ ടാഗ് ചെയ്യാം. അതൊന്ന് നോക്കിയിട്ട് നിങ്ങളത് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. എയർ ഫ്രയർ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പം ഞാനിതിലേക്ക് ഉള്ളി നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇതും നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ ഉള്ളി, കാരണം നേരിയതായിട്ട് അരിഞ്ഞതുകൊണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഉണക്കമുളക് നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നിറത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല സ്പൈസി ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില്ലി ഫ്ലേക്സ് നിങ്ങൾ ചേർക്കുന്നത് നിങ്ങളുടെ ഒരു എരിവിൻ്റെ അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് ചെമ്മീൻ കൂടി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് കൂടി എയർ ഫ്രയറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലോടുകൂടി ഉള്ളിയുടെയും ആ ഒരു ചെമ്മീൻ്റെയൊക്കെ ഒരു വാസന എന്ന് പറയുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ചെമ്മീൻ ആദ്യം വറക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു നനവോടുകൂടി തന്നെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലായിടത്തും യോജിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം. കാരണം അതിന് ശേഷം നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ എയർ ഫ്രയർ ആയതുകൊണ്ട് തന്നെ പിടിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു ചെമ്മീൻ റോസ്റ്റ്, അതും അധികം ഓയിലൊന്നും ഇല്ലാത്ത ചെമ്മീൻ റോസ്റ്റ് എയർ ഫ്രയറിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി സേവ് ചെയ്ത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന റെസിപ്പി കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള മാക്ക് ആൻഡ് ചീസ്. അത് പാസ്തയൊന്നും ബോയിൽ ചെയ്യാതെ തന്നെയാണ് ഞാനിത് എയർ ഫ്രയറിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ട് ലിറ്റിൽ മില്ലറ്റ് പാസ്തയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രേ എയർ ഫ്രയറിലേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ അലൂമിനിയം ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അലൂമിനിയം ട്രേ ഇതിലേക്ക് ഉപയോഗിക്കാം. ഞാനിത് ഷോർട്ടായിട്ട് വീഡിയോ ഇട്ട സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അലൂമിനിയം പാത്രങ്ങൾ ഇതിൽ വെക്കാമോ എന്നുള്ള. അലൂമിനിയം ആവട്ടെ സ്റ്റീൽ, നല്ല ക്വാളിറ്റി സ്റ്റീലൊക്കെ നമുക്കിതിൽ വെക്കാം കേട്ടോ. ബേക്കിംഗ് ട്രേ, സിലിക്കൺ മോൾഡ്, പാച്ച്മെൻറ്റ് പേപ്പർ, അതല്ലാതെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സെറാമിക് ബൗൾസ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് നമ്മുടെ ഇതിൽ ഫിറ്റ് ആവുന്ന രീതിയിലുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനാദ്യം ബേക്കിംഗ് ട്രേയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ലിറ്റിൽ മില്ലറ്റ് പാസ്ത ഒരു 2 കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. മിൻസ്ഡ് ചിക്കൻ, നിങ്ങളുടെ കയ്യിൽ മിൻസ്ഡ് ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ബോൺലെസ് ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് 1 കപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം, 1 കപ്പ് പാല് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് വേണ്ടിയത് കുറച്ച് സ്പൈസസ് ആണ്. ഒറിഗാനോ, പെപ്പർ പൗഡർ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് ചീസ് സ്ലൈസസ് 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ പാസ്ത സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഒരു 1/4 കപ്പോളം പാസ്ത സോസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ചീസ് സ്ലൈസസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറ്റി കൊടുക്കാം. 25 മിനിറ്റ് 200 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഞാനൊരു 10 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് അതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അടിയിലുള്ള ആ ഒരു ഒണിയനും ഇതെല്ലാം കൂടിയൊക്കെ മിക്സായിട്ട് നല്ലൊരു ഫ്ലേവർ ഇറങ്ങുന്നതാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് ആ പാസ്ത മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്.
അങ്ങനെ ഇതാ ബാക്കിയുള്ള ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മക്ക് ആൻഡ് ചീസ് ഇൻ എയർ ഫ്രയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മോസറെല്ല ചീസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് കൂടി ഞാൻ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം 180 ഡിഗ്രിയിൽ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള മാക്ക് ആൻഡ് ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ലിറ്റിൽ മില്ലറ്റ് പാസ്ത ഉപയോഗിച്ചിട്ട് ഹെൽത്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു തുള്ളി എണ്ണയോ ബട്ടറോ ഗീയോ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി കൂടി ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.